വാതിൽപ്പാളികളും കട്ടളപ്പാളികളും ആകപ്പാടെ അവിടത്തെ കാണിക്ക പോലും അടിച്ചു മാറ്റി. അതിന്റെ ക്ഷീണം മാറ്റം നടത്തി ആഗോള അയ്യപ്പ സംഗമം. അതിലും മോഷണം, കള്ളക്കണക്ക്, ആകെ ഗതികേട്. സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയോടുകൂടി പമ്പയിൽ സംഘടിപ്പിച്ചതാണ് ആഗോള അയ്യപ്പ സംഗമം. സ്ത്രീ പ്രവേശനവും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമെല്ലാം ഒന്ന് തേച്ച് വെളുപ്പിക്കാൻ തയ്യാറാക്കിയ പദ്ധതി സർക്കാർ നേട്ടമായി എന്ന് ഉറക്കെ പറയുന്നുണ്ടെങ്കിലും അതിന്റെ വരവ് ചെലവ് കണക്കുകളും കള്ളക്കണക്കുകളും ആകെ കൈപൊള്ളി നിൽക്കുകയാണ് സർക്കാർ. നടത്താത്ത പരിപാടിക്കും കൊടുക്കാത്ത ഭക്ഷണത്തിനും വരെ കള്ളക്കണക്ക്. കോടതി പറഞ്ഞിട്ട് പോലും ശരിയായ കണക്ക് കൃത്യസമയത്തിന് ഹാജരാക്കാൻ ദേവസ്വം ബോർഡിന് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ കോടതിയെപ്പോലും വകവയ്ക്കാതെ ദേവസ്വം ബോർഡ് ഒളിച്ചു കളിക്കുമ്പോൾ സ്വകാര്യ ഓഡിറ്റർ തയ്യാറാക്കിയ ഓഡിറ്റർ റിപ്പോർട്ട് കോടതിയിലെത്തിയിരിക്കുകയാണ്. അതിൽ കള്ളക്കണക്കുകളുടെ പൊടിപൂരം. എന്ത് ചെയ്യാൻ? ഭക്തർ ആകെ വലങ്ങിയിരിക്കുകയാണ്. ദേവസ്വം ബോർഡ് കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം അനുസരിച്ച് ദേവസ്വം ബോർഡിന്റെയോ സർക്കാരിന്റെയോ 10 പൈസ ചിലവില്ലാതെയാണ് അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത്. എല്ലാ പരിപാടികളും സ്പോൺസർഷിപ്പിലൂടെയാണ്. എന്നാൽ പിന്നീട് പണം നൽകേണ്ടി വന്നു ദേവസ്വം ബോർഡിന്. അപ്പോൾ സ്പോൺസർമാർ തിരിച്ചു കൊടുക്കുമ്പോൾ വകയിരുത്താം എന്നൊരു സത്യവാങ്മൂലം. ഒന്നും നടന്നില്ല. ദേവസ്വം ബോർഡിന്റെ കൈ പൊള്ളിയത് മിച്ചം, സർക്കാരിന് നാണക്കേടായത് മിച്ചം. ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ടിൽ നിന്ന് ചിലവായ 2 കോടി ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. എന്നാൽ ദേവസ്വം ബോർഡിനോ സർക്കാരിനോ 1 പൈസ പോലും നഷ്ടപ്പെടില്ല എന്നും എല്ലാ പരിപാടികളും സ്പോൺസർഷിപ്പിലൂടെയാണ് നടക്കുന്നതെന്നും ദേവസ്വം ബോർഡ് മന്ത്രി വാസവൻ നിയമസഭയെ അറിയിച്ചു. എന്നാൽ അതെല്ലാം തെറ്റാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. നിയമസഭയെ മന്ത്രി തെറ്റിദ്ധരിപ്പിച്ചു എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ദേവസ്വം ബോർഡിനെ മുൻനിർത്തി സർക്കാരാണ് ഈ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത്. അതിന്റെ കള്ളക്കളികളും കള്ളക്കണക്കുകളും പുറത്തു വന്നതോടുകൂടി എങ്ങനെയെങ്കിലും കൈകഴുകാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. 500 പേർക്ക് കൊടുത്ത ഭക്ഷണത്തിന്